വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇസ്സത്തോടുകൂടി ജീവിച്ച് മരണം ഖൈറാകുന്ന സമയം ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി വിട പറയുന്ന സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർ, ഈ പള്ളിയുടെ ഖബർസ്ഥാനിൽ അന്തി ഉറങ്ങുന്നവർ എല്ലാവരെയും ഖബർ അള്ളാഹു സ്വർഗമാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം, പരിശുദ്ധ വെള്ളിയാഴ്ച അള്ളാഹുവിൻ്റെ പള്ളിയിൽ സമ്മേളിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി. ജീവിതത്തിൽ അള്ളാഹു നൽകുന്ന വലിയ വലിയ സൗഭാഗ്യങ്ങളാണ്. ആ സൗഭാഗ്യം നിലനിർത്തി അള്ളാഹുവിനെ സ്മരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അള്ളാഹുവിനെ ഓർക്കുന്നവരായി നാം മാറണം. റബ്ബിനെ സ്മരിക്കുക അത് നമ്മുടെ കടമയാണ്, അത് നമ്മുടെ കർത്തവ്യമാണ്. ആധുനിക ലോകം പ്രയാസങ്ങളുടേതാണ്. 100 പ്രശ്നങ്ങൾ ഓരോ ദിവസവും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ശാന്തിയില്ലാതെ, സമാധാനമില്ലാതെ നെട്ടോട്ടമോടുന്ന മനുഷ്യൻ ഒരു നിലയ്ക്ക് ഭൗതികമായ രോഗത്തിന് അടിമപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം ജീവിക്കുമ്പോൾ, ആത്മീയമായ ഉണർവില്ലാതെ മനസ്സ് മുരടിച്ച് കൽബ് മരിച്ച്, കൽബിന്റെ രോഗം ഖിബർ പിടിച്ച്, ഹസദ് പിടിച്ച്, അങ്ങനെ അസൂയ, ഏഷണി, പരദൂഷണം ഇതിലായി ഒരു വിഭാഗം ജീവിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കൽബിനെ മാറ്റിയെടുക്കാൻ, നമ്മുടെ കൽബിനെ ശുദ്ധിയാക്കാൻ ഒരിക്കലും ആധുനിക സയന്റിസ്റ്റ്, മെഡിസിൻ, പുതിയ ടെക്നോളജിയിൽ കണ്ടുപിടിച്ചിട്ടില്ല. കൽബിന്റെ രോഗമെന്നാൽ കിബിർ മാറ്റാനുള്ളൊരു രോഗം ആധുനിക ഡോക്ടർമാർക്ക് അറിയില്ല, സയന്റിസ്റ്റുകൾക്ക് അറിയില്ല. ആ നിലയിൽ ഹൃദയത്തിന്റെ രോഗം മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞേ മതിയാകൂ. കിബിർ മാറ്റാൻ, അസൂയ മാറ്റാൻ, അങ്ങനെ തുടങ്ങി കൽബിനുണ്ടാകുന്ന രോഗങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റുന്ന മരുന്നുകൾ അള്ളാഹുവിന്റെ മതം പഠിപ്പിക്കുന്നത് മാത്രമേ നമുക്ക് ഉപകരിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രഭാത സമയത്ത് നമ്മൾ എഴുന്നേൽക്കുന്നിടം മുതൽ വൈകുന്നേരം കിടക്കുന്നത് വരെ, രാത്രി വരെ, പ്രദോഷം വരെ എത്ര ദിക്റുകളാണ് അള്ളാഹുവിന് വേണ്ടി ചൊല്ലാൻ നമുക്ക് കഴിയുന്നത്. അള്ളാഹുവിനെ ഓർക്കാതെ സദാസമയത്ത് എങ്ങനെയെങ്കിലും കിടന്നുറങ്ങി, എങ്ങനെയെങ്കിലും എഴുന്നേറ്റ്, എങ്ങനെയൊക്കെയോ ജോലിക്കൊക്കെ പോയി ജീവിക്കുന്ന ഒരവസ്ഥ, ഈ അവസ്ഥയിൽ നിന്ന് മാറണം. മാറി അള്ളാഹുവിനെ കൂടുതൽ കൂടുതൽ ഓർക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും മാറണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. എത്ര സൗഭാഗ്യങ്ങളാണ് അള്ളാഹു ഈ ഭൂമി ലോകത്ത് നമുക്ക് അനുഗ്രഹിച്ചു തന്നത്. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു ദിക്റുല്ലാഹ് ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ. അല്ലാഹുവിന്റെ ഖുർആൻ വിശ്വാസി വൃന്ദങ്ങളുടെ മനസ്സുകളെ തട്ടി ഉണർത്തിക്കൊണ്ടാ പറയുന്നത്. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ എന്ന് വിളിച്ചിട്ടാണ് പറയുന്നത്. മറ്റു ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന വാക്കിലല്ല അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത്. അള്ളാഹുവിനെ സ്മരിക്കാൻ, അള്ളാഹുവിനെ ഓർക്കാൻ. യാ അയ്യുഹല്ലദീന ആമനു ദിക്റുല്ലാഹ് ദിക്റൻ കസീറാ, അധികരിച്ച് ധാരാളമായി നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണേ. അങ്ങനെയാ ഖുർആന്റെ പ്രഖ്യാപനം. ധാരാളം അള്ളാഹുവിനെ ഓർക്കണം. പ്രഭാതത്തിലും പ്രദോഷത്തിലും നിങ്ങൾ അള്ളാഹുവിനെ വാഴ്ത്തുക. പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാ. നമ്മൾ ആലോചിക്കുക, മനസ്സിന് സ്വസ്ഥതയില്ലാതെ ടെൻഷൻ അടിച്ച് ജീവിക്കുന്ന ആയിരങ്ങൾ നമ്മുടെ ഭൂമി ലോകത്തില്ലേ? ടെൻഷനോട് ടെൻഷൻ, ടെൻഷനോട് ടെൻഷൻ. എന്തേ? എന്നാൽ ഒന്നുമില്ല ചോദിക്കുമ്പോ വീട്ടിലേക്ക് ചെന്ന് കയറാൻ പറ്റുന്നില്ല ഉസ്താദെ, സമാധാനമില്ല. സമാധാനത്തിന് വേണ്ടി ഞാൻ ഇറങ്ങി പുറപ്പെടുകയാ. അവൻ വന്ന് പെടുന്നത് കവലകളിൽ മയക്കുമരുന്നിന്റെ അഡിക്റ്റായിരിക്കുന്ന ഒരു വിഭാഗത്തിന്റെ മുമ്പിലേക്ക് അവൻ വരികയാ. മറുഭാഗത്ത് വിദേശ മദ്യങ്ങൾ, വിദേശത്തിന്റെ ചഷകങ്ങളും കയ്യിലേന്തിയിട്ട് മദ്യപിച്ച് മതോന്മത്തനായി കറങ്ങി നടക്കുന്ന, 4 കാലിൽ നടക്കുന്ന മനുഷ്യന്റെ മുമ്പിലേക്ക് വരുന്നു. അവനും തേടി സമാധാനത്തിന് വേണ്ടി പോകുന്നത് എവിടെയാ? ആലോചിക്കണം.
അതുകൊണ്ട് മദ്യത്തിന്റെ മുമ്പിൽ അകപ്പെടുന്നവന്, മയക്കുമരുന്നിന്റെ മുന്നിൽ അകപ്പെടുന്നവന്, അവന്റെ മുന്നിലേക്ക് സമാധാനമില്ലാതെ വന്നൊരുത്തൻ ചെന്നാൽ അവനും മയക്കുമരുന്നിലേക്ക് അഡിക്റ്റായി പോവുകയാ, അവനും മദ്യത്തിലേക്ക് അഡിക്റ്റായി പോവുകയാ. വീട്ടിലേക്ക് ചെന്ന് കയറിയാൽ സ്വസ്ഥതയില്ല, സമാധാനം. ജോലിക്ക് ചെന്ന് കയറുന്നിടത്ത് അവിടെ ഒരു സമാധാനമില്ല. മുകൾ ഉദ്യോഗസ്ഥന്മാരുടെ റാഗിങ്ങിലായി കടന്നു വരുന്ന എത്രയോ ചെറുപ്പക്കാർ, സമാധാനത്തിനു വേണ്ടി അവൻ പുറപ്പെടുന്നത് അങ്ങാടികളിൽ മോശമായ പ്രവണതകൾ ജീവിക്കുന്ന ക്യാമ്പസിന്റെ പരിസരങ്ങളിലേക്കാണ് അവനും സമാധാനത്തിന് വേണ്ടി ചെന്നെത്തുന്നത്. അതുകൊണ്ട് പറയാനുള്ളത്, നമുക്ക് സമാധാനമാണ് വേണ്ടത്. അതെന്താ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വേണ്ടത്? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹ് തത്മഇന്നുൽ ഖുലൂബ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിന്റെ ഖുർആന്റെ വളരെ അസന്നിഗ്ധമായ പ്രഖ്യാപനമാ. സമാധാനമില്ലാതെ ഓടി നടക്കുന്ന മനുഷ്യന്റെ മുന്നിൽ അല്ലാഹുവിന്റെ പ്രഖ്യാപനം വിശ്വസിക്കുക. എന്താ പ്രിയപ്പെട്ടവരെ സമാധാനം വേണ്ടത്? വിശ്വസിക്കുകയും അല്ലാഹുവിനെ ഓർമ്മിക്കൽ കൊണ്ട്, റബ്ബിനെ സ്മരിക്കൽ കൊണ്ട് മനസ്സുകൾ ശാന്തമായി തീരുകയും ചെയ്യുന്നവർ അറിയണേ, അല്ലാഹുവിനെ സ്മരിക്കൽ കൊണ്ടാണ് ഹൃദയത്തിന് സമാധാനം. അലാ ബിദിക്രില്ലാ, അല്ലാഹുവിനെ ഓർക്കൽ കൊണ്ടാണ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തിന് സമാധാനം അല്ലാഹുവിനെ ഓർക്കൽ കൊണ്ടാ. നമ്മൾ ആലോചിക്കുക, ദിക്ർ ചൊല്ലാൻ നമുക്ക് കഴിയണം. എഴുന്നേൽക്കുന്ന സമയത്ത് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി എന്ന് പറയാൻ കുഴപ്പമില്ല. ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ നമുക്ക് ചെല്ലാം. അങ്ങനെ ചൊല്ലിക്കൊണ്ട് എഴുന്നേക്കാം. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. ഇതൊക്കെ നമുക്ക് വലിയ പേടിയാ ഇതൊക്കെ ചെല്ലാനില്ലേ? രാത്രി സമയത്ത് എല്ലാ ദിവസവും നമ്മുടെ പള്ളിയിൽ ഹദ്ദാദുണ്ട്. ഞാൻ അതിലേക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് വരാം. പരിമിതമായ ആളുകളാണ് അതിൽ പങ്കെടുക്കുന്നത്. ചിലർ നമുക്ക് ഹദ്ദാദൊക്കെ ചെല്ലുക. ഞാൻ എൻ്റെ നാട്ടിൽ പള്ളിയിൽ ചൊല്ലുമ്പോൾ, അവിടുത്തെ എൻ്റെ നാട്ടിൽ, എൻ്റെ സ്വന്തം നാട്ടിലെ പള്ളിയിൽ ഞാൻ 5 കൊല്ലത്തെ ഇമാമാ. അപ്പൊ അങ്ങനെ ആ സമയത്തൊക്കെ ധാരാളം ആളുകളൊക്കെ ഹദ്ദാദിന് അതുപോലെ പല കാര്യങ്ങൾക്കും കൂടെ ഉണ്ടായിരുന്നു. കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങളെ ആദ്യരെ കാണുന്നില്ലല്ലോ, അതിനകത്ത് കുറെ ഷിർക്കിന്റെ വചനങ്ങളൊക്കെ ഉണ്ടെന്ന്. അല്ലാഹു കാക്കട്ടെ. ഓർമ്മ വെച്ച കാലം മുതൽ പള്ളിയിൽ വട്ടത്തിലിരുന്ന് ഹദ്ദാദ് ചെല്ലുന്ന ഒരു ഹാജിയെ ഞാൻ വിളിച്ചിട്ട്, പ്രായമുള്ള 75-80 വയസ്സ് പ്രായമായ ഒരു ഹാജിയെ ഞാൻ വിളിച്ചിട്ട് ചോദിക്കുമ്പോ അതിൽ ഷിർക്കിന്റെ വചനങ്ങൾ ഉണ്ടെന്ന് പള്ളിക്കകത്ത് വെച്ച് എന്നോട് പറയുകയാ. എവിടെയാ അതിൽ ഷിർക്കിന്റെ വചനങ്ങൾ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആലോചിക്കുക. ഹദ്ദാദ് നിങ്ങൾ കൂടിയിട്ടില്ലേ? ഫാത്തിഹ പറയുന്നു, ആയത്തുൽ കുർസി, ആമനർ റസൂല്, ആലോചിക്കുക. അതിനുശേഷം തുടങ്ങിയ ദിക്റുകൾ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഓരോ ദിക്ർ എടുത്ത് പരിശോധിച്ചാൽ വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും വന്ന ദിക്റുകൾ അബ്ദുല്ലാഹിൽ ഹദ്ദാദ്, അബ്ദുല്ലാഹിൽ അലവിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ക്രോഡീകരിക്കുകയാണ്. മനുഷ്യന്റെ കാവലിന്, പൈശാചികതയുടെ പിന്നാമ്പുറങ്ങളിൽ കഴിയുന്ന മനുഷ്യൻ, അവന്റെ പൈശാചികതയിൽ നിന്ന് അവനെ സംരക്ഷിക്കാൻ, കാടത്തത്തിൽ നിന്ന് അവനെ സംരക്ഷിക്കാൻ, അധാർമികതയിൽ നിന്ന് അവനെ സംരക്ഷിക്കാൻ, ഭയത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, മോശമായ ശൈത്താനിക പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് അവനെ കാവലാക്കാൻ പറ്റുന്ന ദിക്റുകൾ മഹാനവറുകൾ ക്രോഡീകരിക്കുക. ആരാ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു? ഞാൻ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. ഒരു സമയത്ത് മഹാനവറുകൾ തന്റെ നാട്ടിലുള്ള വലിയ ഒരു ലൈബ്രറി കത്തി അങ്ങ് നശിച്ചു. ആലോചിക്കണം, ആരാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു എന്ന് ആലോചിക്കേണ്ടത്. ഷിർക്കിന്റെ വചനങ്ങൾ കണ്ടെത്താൻ നമ്മൾ ആലോചിക്കുന്നത്. ഞാനത് ആ സാധാരണക്കാരന്റെ മുന്നിൽ, അദ്ദേഹത്തിന്റെ മുമ്പിൽ ഞാനൊന്നുമല്ല, ഒരു അല്പസമയം നിന്നുപോയി വേദന കൊണ്ട്. അപ്പോ ആ നാട്ടിലെ ലൈബ്രറി വലിയ കുതുബ്ഖാന, നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ കണക്കുള്ള മലയാള പുസ്തകമല്ല ലൈബ്രറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭീമാകാരമായ നാട്ടിലെ ഏറ്റവും വലിയ 1000കണക്കിന് ഗ്രന്ഥങ്ങളുള്ള വലിയ ലൈബ്രറി കത്തി നശിച്ചുപോയി. അത് മുഴുവനും കത്തിച്ചാമ്പലായി. ആ സമയത്ത് മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന കാലമാ. ഒരുമിച്ച് എല്ലാവരും കൂട്ടിയിട്ട് പറഞ്ഞു, നമുക്കിത് പുനഃസംവിധാനിക്കണം. ഞാൻ പറയുന്ന എഴുതാൻ എന്റെ കൂടെ ഒരു 3-4 കുറച്ചു പേര് കൂടി നിന്നാൽ ആ കുതുബ്ഖാനയിൽ ഉണ്ടായിരുന്ന മുഴുവൻ കിതാബുകളും ഞാൻ പറഞ്ഞു തരാം. നമുക്ക് ഒരുമിച്ച് എഴുതിയ കിതാബ് ഉണ്ടാക്കാം എന്ന് വെച്ചാൽ ആ ഗ്രന്ഥശാലയിൽ ഇരുന്ന മുഴുവൻ കിതാബുകളും
ആ ഗ്രന്ഥശാലയിൽ ഉണ്ടായിരുന്ന ഖുർആന്റെ തഫ്സീറുകൾ, ഹദീസുകൾ, അങ്ങനെ തുടങ്ങിയുള്ള കിതാബുകൾ മുഴുവനും ഞാൻ എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞു തരാം. അത്രയധികം ബൈഹാർട്ടുള്ള മഹാനാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഈ ഖുർആനിന്റെ ദിക്റിന്റെ എല്ലാം കാവലിൻ്റെതായ ആയത്തുകളും ഇഖ്ലാസ് മുഅവ്വദത്തൈനി കാവലിൻ്റെതല്ലേ. എന്ത് ഷർറ് വന്നോ അത് ഓതിയാൽ അത് മാറുന്നതാണെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതല്ലേ. അതെല്ലാം ക്രോഡീകരിച്ചു വെച്ചിട്ട് അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്മതപ്രകാരം സ്വപ്നത്തിലൂടെ സമ്മതം കിട്ടിയിട്ട് ലോകത്തിന് കാഴ്ചവെച്ചതാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വെറുതായി പതിവായി ചെല്ലുന്ന ഒരു ദിക്ർ ഹദ്ദാദ് റാത്തീബിലെ ദിക്റുകളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പങ്കെടുക്കാൻ കഴിയുന്നവരൊക്കെ പങ്കെടുക്കുക. സമയം കൂടുതലാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എത്രയോ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ദിക്ർ ചെല്ലാൻ നമുക്ക് കഴിയണം. ദിക്റിന്റെ ഹൽഖകൾ നമ്മുടെ നാടുകളിൽ വേണം. ദിക്ർ ചെല്ലുക. എന്താണ് കാരണം? ദിക്ർ ചെല്ലൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിക്ർ ചൊല്ലാൻ പ്രോത്സാഹനം നൽകുമായിരുന്നു. ഇദാ മറർതും ബിഅർദിൽ ജന്ന ഫർഫഉ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഫർഫഉ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ സ്വർഗത്തോപ്പുകളുടെ സമീപത്തുകൂടി നടന്നു പോവുകയാണെങ്കിൽ അതാ നടന്നു പോകുന്ന പക്ഷം അതൊന്ന് ഉപയോഗിക്കണേ. സ്വഹാബത്ത് ചോദിച്ചു, അവർ ചോദിച്ചു, എന്താണ് നബിയേ വമാ റിയാദുൽ ജന്ന യാ റസൂലല്ലാഹ്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബത്തിന്റെ ചോദ്യം കേട്ടുകൊണ്ട് മറുപടി പറഞ്ഞു, ഖാലാ ഹൽഖു ദിക്രി, ദിക്റിന്റെ ഹൽഖകളാണ്, ദിക്റിന്റെ ഹൽഖകളാണ് സ്വർഗത്തിലെ തോപ്പ് എന്ന്. ആ സ്വർഗത്തിലെ തോപ്പിനെ സംബന്ധിച്ച് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോക ഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ അറിയണം, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. നമ്മുടെ നാടുകളിൽ കാണുന്ന ദിക്ർ ചൊല്ലുന്ന ഹൽഖകൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വായിൽ നിന്ന് വീണ ഹദീസുകളാണ്. സഹീഹ് തുർമുദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഈ ദിക്റിന്റെ വചനങ്ങളുടെ, ദിക്റിന്റെ ഹൽഖയുടെ വാക്കുകൾ. നമ്മുടെ നാട്ടിലുണ്ട്. എല്ലാ ഇംഗ്ലീഷ് മാസത്തിന്റെയും അവസാന ഞായറാഴ്ച ഇശ നിസ്കാരത്തിന് ശേഷം നമ്മുടെ പള്ളിയിൽ ദിക്റിന്റെ ഹൽഖ നടന്നു വരുന്ന പരിമിതമായ സമയം ഇസ്തിഗ്ഫാറും ചൊല്ലി കുറച്ച് ദിക്ർ മുഅ്മിനീങ്ങൾ കൂടി ഇരുന്ന് ചെല്ലുമ്പോൾ ചൊല്ലിയിട്ടതിന് പരിഹാരത്തിന് വേണ്ടി ദുആ ചെയ്യുകയാ. ദിക്റിന്റെ വേദികളിൽ സ്ഥിരമായി പങ്കെടുത്ത ആളുകളെ എനിക്കറിയാം. ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടും മരിച്ച എത്രയോ ആളുകളുടെ ചരിത്രങ്ങൾ. ദിക്റിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതല്ലേ ദിക്ർ? അത് മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടി ചെല്ലുക, ഉറച്ചു ചെല്ലുക. കുറച്ചങ്ങനെ ചൊല്ലിയിട്ട് 40 മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തൊരു വലിയ മർത്തബയുള്ള ആളുണ്ടെന്നാ. അത്രയധികം മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്നിട്ട് പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് പൂർവികരായ സ്വാത്വികർ അങ്ങനെയായിരുന്നു. അവർ ദിക്ർ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി. നമ്മുടെ അർജുനെ തിരക്കുകയാണെന്ന് 10 ദിവസം പിന്നിടുകയാ. 10 ദിവസം പിന്നിടുന്നു. കർണാടകയിലെ ശിരൂരില് ആദ്യം മണ്ണ് മാന്തി യന്ത്രങ്ങൾ, ആധുനിക ടെക്നോളജികൾ പരാജയപ്പെടുന്ന ആധുനിക നൂറ്റാണ്ടിൽ ഏകദേശം 30 കൊല്ലത്തോളം മുമ്പ് എന്റെ കൊല്ലം ജില്ലയിൽ പെരുമൺ തീവണ്ടി ദുരന്തം നിങ്ങൾ നടന്നതല്ലേ? സയന്റിസ്റ്റുകളെല്ലാം വന്ന് പരാജയപ്പെട്ട കൊല്ലം ജില്ലയിലെ പെരുമൺ തീവണ്ടി ദുരന്തത്തിലെ ബോഗി പൊക്കാൻ കഴിയാതെ മാപ്പിള കലാസികളെ മലപ്പുറത്തുനിന്ന് കൊണ്ടുവന്ന് മനോരമ വെണ്ടയ്ക്കാശരത്തിൽ നിരത്തിയതല്ലേ? മാപ്പിള കലാസികൾ വന്ന് യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ് അലൈക്കും എന്ന് യാ നബി സലാം ചൊല്ലിക്കൊണ്ട് പെരുമൺ തീവണ്ടി ദുരന്തത്തിൽ ആ കായലിന്റെ അടിത്തട്ടിലേക്ക് പോയ ബോഗിയെ പൊക്കിയെടുത്ത ചരിത്രം കേരളത്തിനുള്ളതല്ലേ? അല്ലാഹുവിന്റെ ദിക്റുകൾക്ക് ഹബീബായ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾക്ക് തീർക്കാൻ പറ്റാത്ത രോഗങ്ങളില്ല, മാറ്റാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളില്ല, തീർക്കാൻ പറ്റാത്ത കടങ്ങളില്ല, മാറ്റാൻ പറ്റാത്ത കഷ്ടപ്പാടുകളില്ല. എല്ലാത്തിനും പരിഹാരം പരിശുദ്ധ ഖുർആനാ. ഖുർആൻ മുഴുവനും ദിക്റാണ്. അതുകൊണ്ട് ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലുക, തസ്ബീഹ് ചൊല്ലുക, ഇസ്തിഗ്ഫാർ ചൊല്ലുക, പടച്ചവനെ പേടിക്കുക, അല്ലാഹുവിലേക്ക് അടുക്കുക. ദുനിയാവിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിഹാരം അത് മാത്രമാണ്. തെറ്റിന്റെ കൂമ്പാരത്തിൽ ഇങ്ങനെ മാന്തി എപ്പോഴും ഇരുന്നാ മതിയോ? മരിക്കണ്ടേ? എന്താ സമ്പാദിക്കുന്ന ഇവിടെ കൊണ്ടുപോകാൻ? നമ്മുടെ യൂസുഫ് ഹാജി മരണപ്പെട്ടു. അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ, അല്ലാഹു സ്വർഗം നൽകട്ടെ. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ബിസ്മി ഗ്രൂപ്പ് അറിയപ്പെട്ടതാണ്. ബിസ്മി ഹോം അപ്ലയൻസ് എല്ലാ ഭാഗങ്ങളിലും കൊല്ലത്തും ആലപ്പുഴയിലും എറണാകുളത്തും എല്ലാ ഭാഗങ്ങളും അറിയപ്പെട്ടു. യൂസുഫ് ഹാജിയും വിട പറഞ്ഞു. ആ വിളിപ്പാടകട നമ്മുടെ തൊട്ടടുത്ത് നമുക്ക് ദുആ ചെയ്യാനല്ല കഴിയൂ. അദ്ദേഹം നൽകിയ സംഭാവനകൾ കൊണ്ട് ഒരുപാട് പോലീസുകൾ നേടി. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, സ്വർഗം നൽകട്ടെ. എല്ലാവരും കഴിഞ്ഞു പോവുകയല്ലേ? നമ്മളും മരിക്കും. നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു വിഭാഗം ഉണ്ടാകണം. നമ്മളും മരിക്കുമ്പോൾ നമുക്ക് സുഖമായി ഖബറിൽ കിടക്കണം. എല്ലാവരും മരിക്കും. ഇന്നത്തെ വിഷയം മരണമാണ് പ്രിയപ്പെട്ടവരെ. നമ്രൂദുമാർ ഇവിടെ കടന്നുപോയി, ഫറോവമാര് കടന്നുപോയി, ഹാമാനുമാര് കടന്നുപോയി. എല്ലാവരും കഴിഞ്ഞുപോയി. ആർക്കും ഇവിടെ ശാശ്വതമില്ല. എല്ലാവരും നശിക്കും. എത്ര വലിയ അധികാരമുള്ളവരാണെങ്കിലും എല്ലാം നശിച്ചു പോകുന്ന ഒരവസ്ഥ വരും. അതുകൊണ്ട് അല്ലാഹുവിനെ ഓർക്കാൻ നമുക്ക് കഴിയണം. റബ്ബ് നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. പടച്ചവനെ ഭയപ്പെടുന്ന ഒരു ഖൽബ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ദിക്ർ ചൊല്ലുന്ന മജ്ലിസുകളിലേക്ക് വന്നിരുന്ന് ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച രാത്രി 28-ാം തീയതി നമ്മുടെ വായിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 28-ാം തീയതി രാത്രി ഇഷാസ്കാരത്തിന് ശേഷം എല്ലാ ഇംഗ്ലീഷ് മാസത്തിന്റെയും അവസാനത്തെ ഞായറാഴ്ച രാത്രി ഇഷ കഴിഞ്ഞിട്ട് ദിക്റിന്റെ മജ്ലിസ് നമ്മുടെ പള്ളിയിൽ നമ്മൾ ആരെങ്കിലും അറിയുന്നുണ്ടോ?